പണ്ട് എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. രാഘവേട്ടൻ എന്നാണ് പേര്. പേര് ഞാൻ മാറ്റിയതാണ്. രാഘവേട്ടന് വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുന്ന ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീനൊക്കെ ഉണ്ട്. മകൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അധിക ദിവസവും രാഘവേട്ടൻ വീട്ടിൽ നിന്ന് BP ഒക്കെ നോക്കും. പക്ഷേ വീട്ടിൽ നിന്ന് നോക്കുന്ന ബ്ലഡ് പ്രഷർ മെഷീന് ഡിജിറ്റൽ ആയതുകൊണ്ട് അത് കൃത്യമല്ല, അക്യുറേറ്റ് അല്ല എന്നുള്ള രീതിയിൽ ആരൊക്കെയോ പറഞ്ഞിട്ട് രാഘവേട്ടനും അങ്ങനെ തോന്നി തുടങ്ങി. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം വന്നതിന് ശേഷമാണ് രാഘവേട്ടൻ എല്ലാ ആഴ്ചയിലും BP നോക്കാൻ ഹോസ്പിറ്റലിൽ വരും. ഹോസ്പിറ്റലിൽ നിന്ന് BP നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമാണ് കൃത്യം. വീട്ടിൽ നിന്ന് നോക്കുന്ന BP കൃത്യമല്ല എന്നാണ് പറയാറ്. വീട്ടിൽ നിന്ന് നോക്കുന്ന BP എഴുതി വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കുന്ന BP ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് BP നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതും ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് BP നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള ബ്ലഡ് പ്രഷർ വാല്യൂസ് എങ്ങനെ കിട്ടാം, ബ്ലഡ് പ്രഷർ ഈ ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീൻ അല്ലാതെ മറ്റെന്തൊക്കെ രീതിയിൽ നോക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് മെയിനായിട്ടും 4 വഴികളാണുള്ളത്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് പ്രഷർ നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഘവേട്ടൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലോ ലാബിലോ പോയി അവിടെയുള്ള ഡോക്ടർമാരെ കൊണ്ടോ നഴ്സുമാരെ കൊണ്ടോ BP നോക്കുക. ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളവരും മരുന്ന് കഴിക്കുന്നവരൊക്കെ അധികം ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ആണ്. ഇത് അധികം ആൾക്കാരും ചെയ്യാറില്ല, കാരണം കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ളൊരു ടെസ്റ്റാണ് ആംബുലേറ്ററി BP മോണിറ്ററിംഗ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻവേസീവ് ആയിട്ടുള്ള ഒരു സർജിക്കൽ മെത്തേഡാണ്. മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ കിട്ടണമെങ്കിൽ ഇൻവേസീവ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ആണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങളുടെ ഒരു രക്തക്കുഴലിനുള്ളിൽ കൂടെ ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത് ആർട്ടറി അഥവാ രക്തക്കുഴലിൻ്റെ അകത്തുള്ള ബ്ലഡ് പ്രഷർ കൃത്യമായി എത്രയാണെന്ന് നോക്കുന്ന മെത്തേഡാണിത്. ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അധികം ആൾക്കാർക്ക് ഒന്നും ചെയ്യാത്തൊരു മെത്തേഡാണ് ഇൻവേസീവ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ്. ഇനി നമുക്ക് ഫസ്റ്റ് മെത്തേഡ്, അതായത് ഹോം ബേസ്ഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗിനെ കുറിച്ച് പറയാം. അധികം ആൾക്കാരും ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് പ്രഷർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടും 2 രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യാം. ഒന്ന് മാനുവൽ ആണ്, രണ്ടാമത്തത് ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടുള്ള ഒരാൾ മാനുവലി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോക്കി തരികയാണ്. പക്ഷേ അവർക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. മാനുവലി ബ്ലഡ് പ്രഷർ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ബ്ലഡ് പ്രഷർ ഡിവൈസസ് ഉപയോഗിക്കാം. ഒന്ന് മെർക്കുറി സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണുന്നത് പോലെ കഫ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മെർക്കുറിൻ്റെ ഒരു കോളം ഉയർന്നു വരുന്ന തരത്തിലുള്ള മെഷീനെയാണ് നമ്മൾ മെർക്കുറി സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള മാനുവൽ ഡിവൈസ് എന്ന് പറയുന്നത് എനറോയിഡ് സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ എനറോയിഡ് സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ മെർക്കുറി കോളം ഒന്നും ഉണ്ടാവില്ല, ഒരു ഡയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഡയലിൽ സൂചി നീങ്ങുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് രണ്ടും മെർക്കുറി ആണെന്നുണ്ടെങ്കിലും എനറോയിഡ് ആണെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റെതസ്കോപ്പും കൂടിയും ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുന്ന രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇതാണ് അധികം ആൾക്കാരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാൻ അറിയണമെന്നൊന്നുമില്ല. ഏതൊരാൾക്കും വേണമെങ്കിൽ, കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ നിങ്ങളുടെ BP നോക്കി തരാൻ സാധിക്കും. ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ BP നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ വാല്യൂസ് എഴുതി കാണിക്കും. അത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് പ്രഷർ നോക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഏത് തരത്തിലുള്ള മെഷീൻ വാങ്ങിക്കണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്, നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് ആങ്സൈറ്റിയോ ഉത്കണ്ഠയോ ഭയമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുകയാണെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും നോക്കാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ BP നോക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, മിനിമം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം വല്ലാതെ കൂടി നിൽക്കുകയാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങളുടെ BP നോക്കുകയുള്ളൂ. കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും, ഡോക്ടറിന് തിരക്കായിരിക്കും, നഴ്സിന് തിരക്കായിരിക്കും. പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നോക്കാം, രാവിലെ നോക്കാം, രാത്രി നോക്കാം. നിങ്ങളിനി കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിപ്പിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ച് പറയാം. അതായത് ഹോസ്പിറ്റലിലോ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലാബിലോ പോയി ബ്ലഡ് പ്രഷർ നോക്കുന്ന രീതിയാണ്. സ്വന്തമായി വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷറിൻ്റെ മെഷീൻ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. കാരണം വീട്ടിൽ തന്നെ BP നോക്കണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ വാങ്ങിക്കണം. അതിന് മിനിമം 1000 rupees എങ്കിലും ആവും. ഉയർന്ന ബ്ലഡ് പ്രഷറുള്ള ഏകദേശം 10% ആൾക്കാർക്കെങ്കിലും അനുഭവപ്പെടുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതിൻ്റെ പേര് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. അതായത് വെള്ള കോട്ട് ധരിച്ചിട്ടുള്ള ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും അവരുടെ ബ്ലഡ് പ്രഷർ കൂടും. അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും, ഭയം ഉണ്ടാവും, പേടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലാബ്
അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ബ്ലഡ് പ്രഷർ നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മെല്ലെ മെല്ലെ കൂടാം. ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുന്നതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടിപ്പോയാൽ 2 പ്രാവശ്യം നോക്കുകയുള്ളൂ. അധികം ആൾക്കാർക്കും 1 പ്രാവശ്യം BP നോക്കിയിട്ട് പറഞ്ഞു വിടും. അത് കൃത്യമായിട്ടുള്ള BP ആണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അധികം ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കുന്ന ബ്ലഡ് പ്രഷർ മാത്രമാണ് കൃത്യം, വീട്ടിൽ നിന്ന് നോക്കുന്നത് കൃത്യമല്ല എന്നാണ്. പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, യാത്ര ചെയ്യണം, അവിടെ എത്തിയതിന് ശേഷം കൃത്യമായി റെസ്റ്റ് എടുക്കണം. BP നോക്കുന്നതിന് മുമ്പേ 5 മിനിറ്റെങ്കിലും റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ BP നോക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടി കാണിക്കും. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതെങ്കിൽ എന്നാലും നിങ്ങളുടെ BP കൂടാം. നിങ്ങൾക്ക് തോന്നുന്ന സമയത്തൊന്നും ഹോസ്പിറ്റലിലോ ലാബിലോ പോയി ബ്ലഡ് പ്രഷർ നോക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ നൈറ്റ് ടൈം ബ്ലഡ് പ്രഷർ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ നിന്ന് നോക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. ഇനി മൂന്നാമതായിട്ടുള്ള ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിനെ കുറിച്ച് പറയാം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള BP മോണിറ്ററിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒരു മെഷീൻ നിങ്ങളുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യും, നിങ്ങളുടെ കയ്യിലായിരിക്കും. അത് എല്ലാ സമയം 24 hours നിങ്ങളുടെ BP നോക്കിക്കൊണ്ടിരിക്കും. 1 hour ഗ്യാപ്പിലോ അല്ലെങ്കിൽ 2 hour ഗ്യാപ്പിലോ ആ മെഷീൻ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇത് ഓട്ടോമാറ്റിക് ആണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മെഷീൻ നിങ്ങളുടെ ബോഡിയിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകണം. മിനിമം 3000 rupees ഒക്കെയാണ് 1 ടൈം ഇത്തരത്തിലുള്ള ആംബുലേറ്ററി BP മോണിറ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്. പോരാത്തതിന് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ ഹോസ്പിറ്റലിലും ഈ ടെസ്റ്റ് ഉണ്ടായി എന്നും വരില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വലിയ പ്രൈവറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. കാർഡിയോളജി OPD ഒക്കെയുള്ള ഹോസ്പിറ്റൽസിൽ ഉണ്ടാവാം. ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിലൊന്നും ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മെഷീൻ നിങ്ങളുടെ കയ്യിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നിങ്ങളുടെ നൈറ്റ് ടൈം ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കയറ്റങ്ങളോ വേരിയേഷൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിനെ കൊണ്ട് സാധിക്കും. ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ മണിക്കൂറിലുള്ള ബ്ലഡ് പ്രഷർ മാത്രമല്ല കാണിക്കുന്നത്, ഒരു ദിവസത്തെ ആവറേജ് വാല്യൂ എത്രയാണെന്നുള്ളത് കാണിക്കും. ഒരു ദിവസം രാവിലെ 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി ആവുന്നത് വരെ നിങ്ങളുടെ BPയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഏതൊക്കെ സമയത്താണ് കൂടിയിട്ടുള്ളത്, ഏതൊക്കെ സമയത്താണ് കുറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഡിവൈസ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 20,000 മുതൽ 1.5 ലക്ഷം അതിൻ്റെ മുകളിലേക്കും പോകുന്നുണ്ട്. ഇനി നാലാമത്തെ മെത്തേഡിനെ കുറിച്ച് പറയാം. ഇതാണ് ഹയസ്റ്റ് അക്യുറസി എന്ന് പറയുന്നത്. ഇതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അറിയാൻ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് സർജിക്കലി ഒരു കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് റിയൽ ടൈമായി രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻവേസീവ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് വേദന ഉണ്ടാവും, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല. ആദ്യം പറഞ്ഞ 3 മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെയ്യാം. എപ്പോഴൊക്കെയാണ് ബ്ലഡ് പ്രഷർ നോക്കേണ്ടതെന്നുള്ള കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇൻവേസീവ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലല്ല, അത് ഡോക്ടറാണ് ചെയ്യേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു ടെസ്റ്റും അല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നാലാമത്തെ മെത്തേഡ് നമുക്ക് മാറ്റി നിർത്താം. ഇനി ആദ്യം പറഞ്ഞ 3 മെത്തേഡിൽ ഏറ്റവും അക്യുറേറ്റായി ഏറ്റവും കൃത്യമായി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കാണിച്ചു തരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെത്തേഡാണ്. ഈ ഒരു ടെസ്റ്റിനെ കൊണ്ട് നിങ്ങളുടെ ലോങ് ടേം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഉണ്ടാവാനുള്ള കോംപ്ലിക്കേഷൻസ് പലതാണ്. അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാനുള്ള കഴിവ് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെത്തേഡിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. ഇനി സെക്കൻഡ് മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതല്ല, വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുന്നത് തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ദിവസമാണെങ്കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണെന്നുണ്ടെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോക്കാനുള്ള ഫ്രീഡം നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ നോക്കുന്ന വാല്യൂസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടറിൻ്റെ അടുത്തുനിന്നും ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോക്കാം. ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കിയിട്ടുള്ള ഈ ചാർട്ട്, ഈ റെക്കോർഡ് നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്ടർ പറയാണ് ഹോസ്പിറ്റലിൽ വന്ന് BP നോക്കുന്നത് മാത്രമാണ് അക്യുറേറ്റ്, നിങ്ങളെ വീട്ടിൽ നിന്ന് നോക്കുന്നത് കൃത്യമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ഡോക്ടർ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് വേണ്ടത്. പല സയൻറ്റിഫിക് സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ അക്യുറേറ്റ് ആയിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്
ഓരോരുത്തർക്കും അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ വേണമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന സമയത്ത് ചെയ്യാം. പക്ഷേ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ തന്നെ വന്ന് ബ്ലഡ് പ്രഷർ നോക്കണം, അത് മാത്രം നോക്കിയാൽ മതി, വീട്ടിൽ നിന്ന് നോക്കണ്ട എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. വീട്ടിൽ നിന്ന് നോക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോവാതെ ഡോക്ടർമാരായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റാവുന്നതുമാണ്. രാഘവേട്ടൻ മാത്രമല്ല, ഞാൻ അറിയുന്ന അധികം ആൾക്കാരും വിശ്വസിക്കുന്നത് വീട്ടിൽ നിന്ന് ബ്ലഡ് പ്രഷർ നോക്കുന്നത് കൃത്യമല്ല എന്നാണ്. നിങ്ങൾക്കും അത്തരത്തിലുള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. Bye-bye.